തെരഞ്ഞെടുപ്പ് മാമാങ്കം കഴിഞ്ഞു. ഇനി എക്സിറ്റ് പോൾ മാമാങ്കം. പൊളിറ്റിക്സ് കേരള സർവേ നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു 5 സീറ്റ് ഇടതുമുന്നണിക്ക്, 15 സീറ്റ് UDFന്. ഞങ്ങളുടെ സർവേക്ക് അനുസൃതമായ എക്സിറ്റ് പോൾ സർവേയാണ് ഭൂരിഭാഗവും പുറത്തു വന്നിരിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ വിളിച്ചിരുന്നു. ആ പ്രേക്ഷകർക്കെല്ലാം നന്ദി. ഞങ്ങളുടെ സർവേ, പൊളിറ്റിക്സ് കേരളയുടെ സർവേ നാളെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മറ്റ് മാധ്യമങ്ങളുടെ സർവേ നമുക്ക് പരിശോധിക്കാം. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ്. ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും സുരേഷ് ഗോപി തോൽക്കുമെന്ന് പറയുന്നില്ല. ആദ്യം നമുക്ക് വിവിധ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കാം. ടൈംസ് നൗ EDG അവർ പറയുന്നത് UDF 14 മുതൽ 15 വരെ സീറ്റ് നേടും, LDF 4 സീറ്റ് നേടും, NDA 1 സീറ്റ് നേടും. ആ സീറ്റ് തൃശൂരാണ്. ഞങ്ങളും പറഞ്ഞിരുന്നു UDF 15 സീറ്റ് നേടും, LDF 5 സീറ്റ് നേടും. ABP സി വോട്ടർ സർവേയാണ് അടുത്തത്. ആ സർവേ പൊതുവെ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സർവേ ടീമാണ്. അവർ പറയുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. UDF 17 മുതൽ 19 വരെ സീറ്റ് നേടും, LDFന് 1 സീറ്റും കിട്ടില്ല, BJP 1 മുതൽ 3 വരെ സീറ്റ് നേടും. തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട ഇതാണ് അവരുടെ സർവേ പ്രകാരം BJP നേടുന്ന സീറ്റുകൾ. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ അതാണ് മറ്റൊരു എക്സിറ്റ് പോൾ ഫലം. അവർ പറയുന്നത് UDF 17 മുതൽ 18 സീറ്റ് നേടും, LDF 1 സീറ്റ് നേടും, NDA 2 മുതൽ 3 വരെ സീറ്റ് നേടും. ഇന്ത്യ TV CNX അവരാണ് മറ്റൊരു എക്സിറ്റ് പോൾ ഫലവുമായി വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ UDF 13 മുതൽ 15 സീറ്റ് നേടും, LDF 3 മുതൽ 5 സീറ്റ് നേടും, BJP 1 മുതൽ 3 സീറ്റ് നേടും. അതായത് NDA 1 മുതൽ 3 സീറ്റ് നേടും. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്നു. പക്ഷേ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല. തൃശൂരിൽ ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അത് കൃത്യമായി B മുരളീധരന് പോൾ ചെയ്യും. ഹൈന്ദവ വോട്ടുകളിൽ ഈഴവ വിഭാഗം അടക്കമുള്ള വോട്ടുകൾ, പിന്നോക്ക വിഭാഗ വോട്ടുകൾ കൃത്യമായി BS സുനിൽകുമാറിന് ലഭിക്കും. മാത്രമല്ല പാർട്ടി വോട്ടുകൾ അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്ന സാധ്യത ഉണ്ടായപ്പോൾ CPM വളരെ കരുതലോടെ പ്രവർത്തിച്ച മണ്ഡലമാണ് തൃശൂർ. അതുകൊണ്ട് തന്നെ CPMന്റെ പാർട്ടി വോട്ടുകൾ BS സുനിൽകുമാറിന് ലഭിക്കും. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയും മുരളീധരനും തമ്മിൽ 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരമായിരിക്കും നടക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് വൻപിച്ച പ്രചരണമുണ്ടായിരുന്നു. പക്ഷെ അവിടെ ജയിച്ചു കയറിയത് ബാലചന്ദ്രൻ സഖാവാണ്, ബാലചന്ദ്രൻ സാറാണ്. ബാലചന്ദ്രൻ സാറെന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. പ്രഭാത് ബുക്ക് ഹൌസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ബാലചന്ദ്രൻ, അദ്ദേഹമാണ് അവിടെ ജയിച്ചു കയറിയത്. അതുപോലെ തന്നെയാണ് തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നത്. തൃശൂരിലെ ഇഴവർ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, പിന്നോക്ക ഹൈന്ദവ വിഭാഗങ്ങൾ, ഈ വോട്ടുകളെല്ലാം സുനിൽകുമാറിന് വീഴും. മാത്രമല്ല മുസ്ലിം വോട്ടുകൾ, തൃശൂരിലെ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം BS സുനിൽകുമാറിന് വീഴും. മുരളീധരനും സുരേഷ് ഗോപിയും 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിച്ചാൽ മാത്രം മതി. ഇത് പൊളിറ്റിക്സ് കേരളയുടെ സർവേയിൽ ഞാനൊന്ന് കൃത്യമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന സ്ഥിതിക്ക് ഇത് കൃത്യമായി പ്രേക്ഷകരെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട്. ഇതിനെപ്പറ്റി പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. എന്തായാലും പൊളിറ്റിക്സ് കേരളയുടെ സർവേയും എക്സിറ്റ് പോൾ വിവിധ മാധ്യമങ്ങൾ നടത്തിയ, വലിയ വലിയ മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളും തുല്യത നേടിയിരിക്കുന്നു. നാളെ ഞങ്ങളുടെ സർവേ ഫലങ്ങൾ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിലെല്ലാം വരും. വിളിച്ച പ്രേക്ഷകർക്കെല്ലാം നന്ദി. ഇനിയും വിളിക്കുക. ദയവ് ഇത് രാത്രി വൈകി വിളിക്കാതിരിക്കുക. കാരണം ഈ ജോലിയുടെ ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോകും. അതിനുശേഷം രാവിലെ 10 മണിക്ക് ശേഷം എൻ്റെ മൊബൈൽ എപ്പോഴും ആക്റ്റീവായിരിക്കും. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒത്തിരി താമസിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം.
എനിക്ക് ഫോൺ നമ്പർ കൊടുക്കാൻ ഒരു മടിയുമില്ല. ഒരു പ്രേക്ഷകൻ അതിൽ എന്നെ വിളിച്ച് ഒരുപാട് അഭിനന്ദിച്ചു. സാധാരണ ആരും ഫോൺ നമ്പർ കൊടുക്കാറില്ല. കാരണം അലവസരപ്പെടുത്തുന്ന ഫോൺ കോളുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പലരും കൊടുക്കാത്തത്. എന്നെ അലവസരപ്പെടുത്താൻ അങ്ങനെ പെട്ടെന്ന് ആർക്കും പറ്റത്തില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ വിളിക്കുക എന്തെങ്കിലും സംശയം.